ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേവയാനി ചന്തുമോൾക്ക് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കൃഷ്ണൻ്റെയും കംസൻ്റെ ഒക്കെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചിലച്ച് അങ്ങോട്ട് വരും. നവ്യയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുവേ. അന്നേരം അയ്യോ അനന്തപുരിയിലെ ഉണ്ണിക്കണ്ണൻ വന്നല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി മോനെ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചു ദേവയാനിയുടെ മടി ഇരിക്കുന്നത് കൊണ്ട് ചന്തു കളിപ്പിക്കാൻ ചെല്ലും കേട്ടോ. ഇത് കണ്ട ഉടനെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യക്കാണെങ്കിൽ അത് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം നവ്യ ദേവേനോട് പറയുന്നുണ്ട്, വല്യമായി കുഞ്ഞിനെ എടുക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എടുത്തില്ലെങ്കിൽ എനിക്ക് പരാതിയുള്ളൂ. പക്ഷേ എൻ്റെ മോനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇവളുടെ കൂടെ കളിപ്പിക്കുന്നത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവേനയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് എടുക്കുക. എന്നിട്ട് ചലച്ചോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ കുഞ്ഞിനെ ഇവൾ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നത് എന്ന്. നേരെ ചലച്ച പറയും, അയ്യോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല. നിൻ്റെ അമ്മായി കുഞ്ഞിനെ അവിടെ വന്ന് എടുക്കാറൊന്നുമില്ലല്ലോ. അവർക്ക് ചന്തമോളെ കളിപ്പിക്കാനല്ലേ സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് മടിയിൽ വെച്ച് കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുവാണ്, എൻ്റെ മോനെ ഇഷ്ടമുള്ളവരെ അവിടെ വന്ന് എടുത്തോളും, അല്ലാതെ ആരുടെയും മടി വെച്ചുകൊണ്ട് കൊടുക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോകുന്നു കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ചലച്ച ദേവയാനോട് പറയുവാണ്, എന്ത് ചെയ്യാനാ, നവ്യയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നവ്യയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ എനിക്കറിയാം. അത് നിയന്ത്രിക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് എന്തിനാ നിയന്ത്രിക്കുന്നത്, അവൾ പറയുന്നതിലും കാര്യമില്ല, അത് അവളുടെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞായിരുന്നുവെങ്കിൽ ചേച്ചി അനിയനും ഒക്കെ ആയിട്ട് അവർ സ്നേഹിച്ച് വളർന്നേനെ. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല, ഇവളെ ഞാൻ അംഗീകരിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. അതിൻ്റെ കൂടെ ജലജയും പറയുന്നുണ്ട്, ഇത് നയനയുടെ കുഞ്ഞൊന്നും അല്ലല്ലോ, പിന്നെ അവളെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന്. നേരെ ദേവേനി പറയും, ആര് പറഞ്ഞു ഇത് നയനയുടെ കുഞ്ഞല്ലെന്ന്, ഇത് നയനയുടെ ആദർശിനെ കുഞ്ഞു തന്നെയാണ്, അതുപോലെ എൻ്റെ പേരക്കുട്ടി കൂടിയാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ, ആദർശധീരനായി സ്വന്തം മോൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ ഇത് എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതിനെപ്പറ്റി നീ കൂടുതലൊന്നും ഇരിക്കുന്നതാണ് നല്ലത്. ഞാൻ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, എനിക്കറിയാം നല്ല ചളിപ്പുണ്ട് ഏട്ടത്തിക്ക്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് എന്നെയും എൻ്റെ മോനെയും കുറ്റപ്പെടുത്തുന്നത്, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നും എനിക്കറിയാം എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ നന്മയുള്ള കുറച്ച് മനുഷ്യർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ പലതും മനസ്സിൽ ഒതുക്കിക്കൊണ്ടിങ്ങനെ നടക്കുന്നത്. അതെല്ലാം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ മോനും നിനക്കും ഒന്നും ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, അവർക്ക് നല്ല വിഷമമുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടിയാണ് അവരെൻ്റെ തലയിൽ കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ജലജ അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോകും കേട്ടോ. ജലജ പോയി കഴിയുമ്പോഴേക്കും ദേവയാനിക്ക് ഇത്തിരി വിഷമമൊക്കെ ആകുന്നുണ്ട്. എങ്കിലും ദേവയാനി മോളോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് കാര്യമൊന്നും ആക്കേണ്ട, ഇങ്ങനെ കുറേ പേര് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ജലജ നേരെ ചെല്ലുന്നത് നവ്യയുടെ റൂമിലേക്കാണ്. എന്നിട്ട് നവ്യയ്ക്ക് കുറച്ച് ഡോസൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. നവ്യയോട് പറയുവാണ്, എൻ്റെ മോളെ എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നതാ, പിന്നെ എന്ത് ചെയ്യാനാ, അവർക്കൊന്നും നമ്മുടെ കുഞ്ഞിനെ വേണ്ടല്ലോ, അതുകൊണ്ട് ഞാനന്നെടുത്ത് കൈ കൊടുത്തന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനിയിപ്പോൾ അവരാരും എൻ്റെ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അബിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്താവുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയും, അവൻ ഒരു ബ്രാഞ്ച് കൊടുത്തത് വെറുതെ പേരിന് മാത്രമാണ്, അവിടെ നിയന്ത്രിക്കാനും വേറൊരു മാനേജറെ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അബിക്ക് കഴിവില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരത്തേക്കും നവിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇവിടെ ജീവിക്കേണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയും, എൻ്റെ നവ്യ നീ അങ്ങനെ പൊട്ടത്തരം ഒന്നും കാണിക്കരുത്, ഇവിടുന്ന് നീ ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധികാരം ഇവിടെയുള്ള പലരും പിടിച്ചെടുക്കും, അതിനുവേണ്ടിയാണ് നിൻ്റെ അനിയത്തി കൂടി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്, ഇവിടെ നിലനിൽക്കേണ്ടത് നീയും അനാമികയും ഒക്കെയാണ്, ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് ആദർശിൻ്റെ മോളും, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അതിന് ചെയ്യേണ്ടത് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്, സഹി കെട്ട് കഴിയുമ്പോൾ ആദർശ് വേണമെങ്കിൽ അവൻ്റെ മോളെയും കൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളും എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ലമ്മേ, കാരണം ഈ വീടും ഇവിടുത്തെ ജ്വല്ലറികളും എല്ലാം നിയന്ത്രിക്കുന്നത് ആദർശേട്ടനല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാകും, കുടുംബത്തിൽ സ്വൈര്യം ഉണ്ടെങ്കിൽ അല്ലേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ
കുടുംബഭാഗം വെക്കും. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീടെടുത്ത് സമാധാനമായിട്ട് ജീവിതകാലം എന്നൊക്കെ ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ വിഷം കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ നവി ബാക്കി നോക്കിക്കോളൂ എന്നുള്ള ഒരു ഭാവത്തിലാണ് കേട്ടോ. പിന്നെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്താണ് വഴിയിൽ കാത്തു നിന്ന അനി ഇങ്ങനെ നന്ദുവിൻ്റെ വണ്ടി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നന്ദു ചോദിക്കും, എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, നീ SI ഒക്കെ അല്ലേ, നിൻ്റെ കൃത്യനിർവഹണത്തിന് ഞാൻ തടസ്സം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഞാൻ നിയമം പോലെ എല്ലാം ചെയ്യുള്ളൂ എന്ന് നിനക്കറിയാലോ, പക്ഷേ നിൻ്റെ കാര്യത്തിൽ എനിക്കത് സാധിക്കത്തില്ല. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. വീടിൻ്റെ അടുത്ത് എനിക്ക് പോസ്റ്റ് കിട്ടണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം തോന്നുന്നു എവിടെയെങ്കിലും ദൂരെ പോയാൽ മതിയായിരുന്നു എന്ന്. ഇങ്ങനെ നീ എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ പുറകെ തന്നെ കാണും, അതിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് പറയുമ്പോൾ, നിനക്കത് നിർത്താമൊന്നും ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിൻ്റെ കല്യാണത്തിന് മുമ്പും അതിനുശേഷം ഒരൊറ്റ പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പെൺകുട്ടിയുടെ പുറകെ ഞാൻ ഇനിയും നടക്കും. അതിപ്പോൾ നിനക്ക് ശല്യമായിട്ട് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, നീ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, നീ വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു വിവാഹ ജീവിതം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമല്ല. കണ്ടവരുടെ പുറകെ കണ്ട ചെറുക്കന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരുത്തിയെ എൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടി ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അവളും അവളുടെ കുടുംബക്കാരും മൊത്തം ഫ്രോഡാണ്. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു SI അല്ലേ, നിൻ്റെ സ്റ്റേഷൻ പരിധിയിലാണല്ലോ അവളുടെ വീടും, നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക അയാളെക്കുറിച്ച്. അപ്പോൾ നിനക്ക് മനസ്സിലാകും അയാളൊരു പക്ക ഫ്രോഡാണ്. ശരിക്കും അവളും അവളുടെ അച്ഛനും എല്ലാവരും കൂടി ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയും, ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൾ നിൻ്റെ ഭാര്യയാണ്, അത് നീ മറന്നു പോകരുത്. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എല്ലാവരും എന്നോട് പറയും. ഞാൻ ഇതിനുള്ളിൽ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതിന് നീ എന്നെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും വരണ്ട. എനിക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതലയുണ്ട്. അതുകൊണ്ട് പോയി ജോലി എടുത്തൂടെ എന്നൊക്കെയല്ലേ നീ ചോദിക്കുന്നത്. അതൊന്നും നോക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവിടെ വേറെ മാനേജർമാരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ ആദർശേട്ടൻ ഇറക്കി വിട്ടാൽ എനിക്ക് കുഴപ്പമില്ല. ഇതിനു മുമ്പ് അബിക്ക് കൊടുത്ത പോലെ ഒരു ചെറിയ ജോലി തന്നാൽ മതി. അത് തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നെ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ആവശ്യത്തിന് പൈസ എൻ്റെ കാര്യത്തിനുള്ളത് എൻ്റെ കൈ കാണും, അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം അനിയെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ നന്ദു ചെയ്യുന്നത്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അവളും അവളുടെ വീട്ടുകാരും പക്ക ഫ്രോഡാണെന്ന് നിനക്കും അറിയാം. അതുകൊണ്ടല്ലേ നീ അവളുടെ വീട്ടിൽ കയറി അവരുടെ അച്ഛനെയും അമ്മയും തല്ലിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായ കാരണമുണ്ട്. ഞാൻ SI ആകാതിരിക്കാൻ വേണ്ടി ആ ട്രെയിനറിനെ കൊണ്ട് ആ ദ്രോഹം എല്ലാം മൊത്തം ചെയ്യിപ്പിച്ചത് അവളുടെ അച്ഛനാണ്. അവർ രണ്ടുപേരോട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം കൊടുത്തത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും ഞാനാണ് ഇവിടുത്തെ SI എന്നറിയാമല്ലോ. രാവിലെ തന്നെ 2 പേരുടെ കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി അവിടെ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഞാനാണ് SI എന്നറിഞ്ഞപ്പോൾ പരാതി പിൻവലിച്ചു പോയി എന്ന് പറയുമ്പോൾ, അതേതായാലും നന്നായി, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുമ്പോഴേക്കും എനിക്കും അത്രയ്ക്ക് സന്തോഷമൊന്നും ആകുന്നില്ല എന്ന് പറയും. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നെ നീ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കണം, ഇടയ്ക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ കാണണം, ഇതല്ലെങ്കിൽ ശല്യം ചെയ്തുകൊണ്ട് ഞാൻ പുറകെ തന്നെ കാണും, എന്നെ വേണമെങ്കിൽ പിടിച്ച് ജയിലിലിട്ടോ, സ്റ്റേഷനിലാവുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അനി ബൈക്കും എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദു വണ്ടി കയറി ഇങ്ങനെ പോകും കേട്ടോ. പക്ഷേ ടൗണിലോട്ട് ഇറങ്ങുമ്പോഴേക്കും നന്ദുവിൻ്റെ വണ്ടിയുടെ പുറകിൽ അനി ഇങ്ങനെ ബൈക്ക് കൊണ്ട് ഇങ്ങനെ, പിന്നെ നന്ദുവിനെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ചെറിയ പുഞ്ചിരിയോടെ അവിടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിലോട്ടെത്തുന്ന നന്ദുവിനെയാണ്. വീട്ടിലെത്തുമ്പോൾ ഇന്ന് പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കനക. നന്ദു പറയുന്നുണ്ട്, അമ്മ തന്നെ ഉണ്ടാക്കണ്ട, ഞാൻ ഒരാളെ അതിന് സഹായത്തിന് ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ, നിൻ്റെ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും അല്ലേ ഉള്ളൂ, അവർക്ക് ഞാൻ ഇതിനു മുമ്പും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്താതെ ഇങ്ങോട്ട് ആക്കിയത് നമ്മുടെ നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ്, അത് കുറച്ച് പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ വിഭവങ്ങൾ വേണം എന്ന് പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത് നീ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തന്നോളാം എന്ന്. അത് കഴിഞ്ഞ് കനക പറയും, എന്നാലും എനിക്ക് ആകെ വിഷമം, ആദർശ് ഇതുപോലെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തതല്ല എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ ആദർശേട്ടൻ്റെ ഭാര്യ അമ്മയുടെ മോളായ നയനയാണ്,
ചേച്ചിക്ക് അത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ആദർശേട്ടൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ മൂർത്തി മുത്തശ്ശൻ ഇതെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ദത്തെടുക്കുകയും ആദർശേട്ടനെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നത്. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അവർക്കൊക്കെ ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, ആ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം പുറത്തായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നാണം കിടുന്നത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ആദർശിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല എന്ന് നന്ദു പറയും. അന്നേരം കനക പറയുന്നുണ്ട്, മോൾ ഇപ്പോൾ പോലീസല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ പിറകെ പിന്നിൽ എന്താണെന്ന് മോൾ കണ്ടുപിടിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ചീല് കേസിൻ്റെ പുറകെ നടക്കാമെന്നോ എന്നെക്കൊണ്ട് പറ്റത്തില്ല അമ്മ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുമെന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരും കേട്ടോ. ഇതിനിടയ്ക്ക് കനക പറയുന്നുണ്ട്, ആദർശ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ആദർശിനെ കാണുന്നത് തന്നെ ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ല. ആദർശ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആദർശിനെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ചിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് പറയുകയാണ്, ചിരിച്ചില്ലെങ്കിലും കുത്തി നോവിക്കാതെ വേണം പറഞ്ഞു വിടാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് അഭിയും നവ്യാണ് കേട്ടോ കാണിക്കുന്നത്. പാർട്ടിക്ക് പോകണമല്ലോ, അതിനു മുമ്പ് നവ്യയ്ക്ക് അത്യാവശ്യം ഡോസൊക്കെ കൊടുത്ത് വിടുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല രീതിയിൽ അലമ്പാക്കിക്കൊള്ളൂല്ലോ, അതിനുള്ള പരിപാടിയാണ് കേട്ടോ അഭി ചെയ്യുന്നത്. അഭി നവ്യയോട് പറയുവാണ്, എനിക്കൊരു ബ്രാഞ്ച് തന്നേ ഉള്ളൂ, പക്ഷേ അവിടെ നിയന്ത്രിക്കാൻ വേറൊരു മാനേജറെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ആദർശിൻ്റെ കുരുട്ട് ബുദ്ധിയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ആ ബ്രാഞ്ച് വളർത്തിക്കൊണ്ട് വന്നാലും അതിൻ്റെ ക്രെഡിറ്റ് ആ മാനേജർക്കേ പോകുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ബ്രാഞ്ച് ഒന്നും തരേണ്ടി വരില്ലല്ലോ, ഈ ബ്രാഞ്ചിൽ തന്നെ ഞാൻ ഒതുങ്ങിക്കൊള്ളും, അതിനുവേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും നവ്യ, ഓ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ ഈ ആദർശേട്ടൻ എന്ന് പറയുവാണ്. അപ്പോൾ അഭി പറയും, അവൻ പണ്ട് തൊട്ടേ ഒരു കുറുക്കനാണ്, അവനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് പാർട്ടിക്ക് പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നേരെ നവ്യ പറയും, എൻ്റെ അനിയത്തി അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയല്ലേ, അവിടെ പോയി നോർത്ത് എന്താ കുഴപ്പം, ഒരു കുഴപ്പവും ഇല്ല, അഭി പോയി റെഡിയായിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് മതിയായിരുന്നു, വീട്ടിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നവ്യ പറയുക, വീട്ടിൽ വെച്ച് നടത്തുന്നത് നന്നായി, അതാകുമ്പോൾ അവരോട് ഉള്ളപ്പോൾ അമ്മേനെയും അച്ഛനെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നീ ഫ്രഷ് ആയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞ് അഭി ഇങ്ങനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അഭി അങ്ങ് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആശ്വസിപ്പിക്കുന്ന കൂടെ ഉണ്ട്, നിൻ്റെ ഈ സത്യസന്ധതയ്ക്കും നല്ല മനസ്സിലും നിനക്ക് തക്കതായ ഒരു ഫലം ഈശ്വരൻ തരുമെന്ന് പറയുമ്പോഴേക്കും അയ്യോ ഒരുപാട് സന്തോഷത്തോടെ അഭി നവ്യയുടെ കയ്യിൽ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും ഭയങ്കര സന്തോഷം, നല്ലവനായ ഭർത്താവാണല്ലോ അഭി എന്നോർത്ത് അങ്ങ് പോകുവാണ് നവ്യ. അപ്പോഴും തൻ്റെ ഭാഗം വിജയിക്കുന്നുണ്ടല്ലോ എന്നുള്ള അഹങ്കാരത്തോടെ ഇങ്ങനെ നിൽക്കുന്ന അഭിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ ഇവർ പാർട്ടിക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവസ്ഥ എന്താണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.